എവിടെയാണ് ഈ ഇസ്ലാമിന് മതേതരത്വം വേണ്ടത്? ന്യൂനപക്ഷമാവുന്നിടത്താണ് ഇസ്ലാമിന് മതേതരത്വം വേണ്ടത്. ഭൂരിപക്ഷമാവുന്നിടത്ത് അവർക്ക് മതേതരത്വം വേണ്ട, മതം മതി. ന്യൂനപക്ഷമാവുന്നിടത്ത് ഇരവാദം മുഴക്കുന്നു, മതേതരത്വം വേണമെന്ന് പറയുന്നു. കാന്തപുരക്കപ്പ് എപ്പോൾ എടുത്തു പറഞ്ഞാണ് മതേതരത്വം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ. ആരാണ് ഈ പറയുന്നത് നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഖുർആനിൽ തന്നെ വരുന്നത് നമുക്കറിയാം, ഇവർ ലക്കും ദീനക്കും വലിയ ദീൻ, മതത്തിൽ ബലപ്രയോഗമല്ല, അല്ലെങ്കിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, ലക്കും ദീനക്കും വലിയ ദീൻ, എനിക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വരിക. പക്ഷേ ഞാൻ ഖുർആനിലത്തെ ഒരു ആയത്ത് വാക്യം നിങ്ങൾക്ക് 9:29 പറയുന്നു, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതിരിക്കുകയും സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക, അവർ കീഴടങ്ങി ജസിയ കപ്പം കൊടുക്കുന്നത് വരെ എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമികരുടെ രാജ്യത്ത് ഇസ്ലാം ഭരണം നടത്തുന്ന രാജ്യത്തിൽ ഇസ്ലാം അല്ലാത്ത പൗരന്മാരെ ദിമ്മികൾ എന്ന് പറയാം. ഈ ദിമ്മികൾക്ക് ആ രാജ്യത്ത് ആ ഇസ്ലാം പൗരന്മാർ അവർക്ക് അനുവദിച്ച ഒരു സ്വാതന്ത്ര്യമില്ല, അവർക്ക് അവിടെ വോട്ടവകാശമില്ല, അവർക്ക് ഭരണകാര്യങ്ങളിലുള്ള അവകാശങ്ങളില്ല. അവർ രണ്ടാംകിട പൗരന്മാരായിട്ട് നികുതി കൊടുത്തിട്ട് വേണം അവരവിടെ കഴിയാൻ.